അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഷഫീഖാണ് അറിയാവുന്നത്. എന്തൊക്കെയുണ്ട് ചങ്ങളെ വിശേഷങ്ങളൊക്കെ? സുഖമല്ല, റാഹത്തല്ലേ ചങ്ങളെ? ഇന്ന് നമുക്ക് 4 ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഒന്നാമത്തെ വേക്കൻസി ഉള്ളത് ആയിലേക്കാണ്. മഫ്റൂഷാത്തിന്റെ ഫീൽഡിൽ കട്ടിങ് ടൈലറെ കിട്ടണം, കട്ട് ചെയ്തിട്ട് അടിക്കുന്ന ടൈലറെ കിട്ടണം. ഓക്കെ, അപ്പോൾ ലൊക്കേഷന് ആയിലാണ്. ഈ വേക്കൻസിക്ക് ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ആ വേക്കൻറ്റിന് താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഈ വെള്ളവണ്ടിയിലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഉള്ളത് ജിദ്ദയിലാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ജിദ്ദയ്ക്ക് ഒരു വെള്ളവണ്ടിക്ക് 4 മാസത്തിന് ഡ്രൈവർ വേണം. ഓക്കെ, 3000 രൂപ സാലറി വെള്ളവണ്ടിക്കാണ്. അപ്പോൾ 3000 റിയാൽ സാലറി ഉണ്ട്. 4 മാസത്തിനാണ് വേക്കൻസി ഉള്ളത്. പിന്നെ റൂമുണ്ട്, ഫുഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അലക്കാല സോപ്പും പൊടി അടക്കം അവർ തരും. പിന്നെ ആൾ ലീവിനാണ് പോകണത്, തിരിച്ചു വരാനേ. അപ്പോൾ അത്രയും നല്ല പണിയാവുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ വോയിസ് വിട്ടുക്കണു. 120 ക്യാനാണ് ഒരു ദിവസത്തെ സ്റ്റൈല്. അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ ലൈസൻസ് ആണെങ്കിൽ, മീഡിയം ലൈസൻസ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ചെറിയ ലോറിയാണ്, ഡൈനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല, വലിയ മീഡിയം ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ലോറിയാണ്. ഒരു ദിവസത്തെ സെയിൽ 120ഓളം വെള്ളക്കാനാണ് സെയിൽ ചെയ്യണത്. 90 ഉണ്ടാവും. 90 ക്യാന് ചിലപ്പോൾ, അല്ലെങ്കിൽ 100 ക്യാന്, അല്ലെങ്കിൽ 120 ക്യാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറയുമ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് ജോബ് വേക്കൻസി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കും. നമുക്കത് അവർ പറഞ്ഞു തരലുമുണ്ട്. ഇന്നിപ്പോൾ ഇന്നൊന്നരായിട്ട് ഞാൻ മിനിഞ്ഞാന്ന് 4 ഇട്ടൊരു ജോബ് വേക്കൻറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് അവിടെ പോയിട്ട് വീഡിയോ എടുത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ചില സുഹൃത്തുക്കൾ ഷഫീഖ് ഭായി നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നിട്ട് ആ വീഡിയോ എടുത്തിങ്ങാണ്ട് ഷെയർ ചെയ്യുമെന്ന് പറയും. അപ്പം നമ്മൾ അങ്ങനെ ഷോപ്പിൽ പോയിട്ട് വീഡിയോ എടുത്തൊരു സംഭവത്തിൽ ആ ചങ്ങായി പറയുന്നുണ്ട്, ഈ വേക്കൻസി ഞാനൊരു ഗ്രൂപ്പ് കണ്ടുക്കണമല്ലോ മുത്തുമണിയെ, നിങ്ങളെക്കൊണ്ട് ഒരു ജോബ് വേക്കൻസി നിങ്ങൾ ഏത് ഗ്രൂപ്പിലുണ്ടെങ്കിലും അത് ജെനുവനായിട്ടാണ്, അതിൽ ആളായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ആയിട്ട് ഇട്ടോളി. നിങ്ങൾ ആരും ഒന്നും പറയില്ല. കാരണം റിയാദിലൊരു ഗ്രൂപ്പുണ്ട്, ജിദ്ദയിൽ 2 ഗ്രൂപ്പുണ്ട്, ദമാമിൽ ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ ജോബ് വേക്കൻസി ഗ്രൂപ്പുകളാണ്. അതിൽ ഞങ്ങളൊരു 10-15 അഡ്മിന്മാരുണ്ട്. അതിൻ്റെയൊക്കെ റീസെയിൽ ഗ്രൂപ്പുകളും ഉണ്ട്. അങ്ങനെ ഒരുപാട് തമാശയായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ജോബ് വേക്കൻസി ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു വേക്കൻസി ഒരു ഗ്രൂപ്പിലിട്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനാ കിട്ടിക്കോണമെന്നില്ല. നിങ്ങളൊരു ഗ്രൂപ്പിലൊരു വേക്കൻസി ഇട്ടിട്ട് അതിൽ ആളാകാതെ അവിടെ കിടക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിക്കോണമെന്നില്ല. നമ്മളെ കൊണ്ട് കഴിയണം എന്താണ്, നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആ ജോബ് വേക്കൻസി എടുത്ത് ഇവരോട് പറഞ്ഞു കൊടുക്കുക. ഈ പരിപാടിക്കല്ല കേട്ടോ. ഞാൻ ഇപ്പം ഇന്ന് 2 ഹൗസ് ഡ്രൈവർ വേക്കൻസി 2500 റിയാലിൻ്റെ 2 ഹൗസ് ഡ്രൈവർ വേക്കൻസി ഞാനിന്ന് എൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു അതിൽ ആളാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടിക്കും അല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പി എമ്മിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മളെ പി എമ്മിൽ വന്നിട്ട് ആ വേക്കൻസി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ സൗദി നമ്പർ മേടിക്കും. സൗദി നമ്പർ മേടിച്ചിട്ട് ഇവരെ പരിപാടി എന്തായാലോ, ഇത് അവരറിയുന്ന ആളുകൾക്ക് പറയും, ഇങ്ങനെ 2500 വേക്കൻസി ഉണ്ട്, സൗദിൻ്റെ നമ്പർ തരണം എന്ന് വെച്ചാൽ 300 റിയാൽ എനിക്ക് STC പേ ചെയ്ത് തരണം, എന്നാലേ നമ്പർ വരുള്ളൂ. ആ വക പരിപാടി ചെയ്യുന്ന ആളുകൾ എൻ്റെ വാട്സപ്പിൽ വരരുതേ. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ആളുകളൊക്കെ മാറി നിൽക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ മൂന്നാമത്തെ വേക്കൻസി 2 ആഴ്ചക്ക് ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട്. സൗദിൻ്റെ വീട്ടിലേക്കാണ് ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ്. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താപ്പോൾ ഹൗസ് ഡ്രൈവർ വേക്കൻസി ഇങ്ങനെ പറയണം, 2 ആഴ്ചക്കിന് ഒരാഴ്ചക്കിന് ഒരു മാസത്തിന് എത്ര ഉണ്ടെങ്കിലും നമ്മൾ വേക്കൻസി ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടെന്ന് എത്തിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്നെങ്ങാണ്ട് പിന്നെ ഇത് ആ ഗ്രൂപ്പ് കണ്ടാണ്, ഇത് ഈ ഗ്രൂപ്പ് കണ്ടാണ് കണ്ടില്ല മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ. എൻ്റെ വേക്കൻസികളൊക്കെ എനിക്ക് എൻ്റെ പി എമ്മിൽ വരുന്നതാണ്. പിന്നെ നല്ല ജോബ് വേക്കൻസികൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്ത് കണ്ട് ഞാൻ ചോദിക്കലുണ്ട്. അതിനൊന്നും യാതൊരു വിധ മടിയില്ല കേട്ടോ. നമ്മൾ കാരണം ആർക്കെങ്കിലും ഒക്കെ ഒരു ജോബ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിതൊരു നുസ്രിയാൻ്റെ വെള്ളം പോലും നമ്മളതിന് വാങ്ങി കുടിക്കലുമില്ല. ഇതിപ്പോൾ ഇയാളിപ്പോൾ ഈ വേക്കൻറ്റ് പറഞ്ഞ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ സൗദിനെ വിളിച്ചിട്ട് സൗദി കോൾ എടുക്കണില്ല. കോൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള ഒരാൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا وأقاربنا وذوي أرحامنا
من له حق علينا ومن أحبنا فيك وأحبب. ഈ കോൾ എടുക്കണില്ല. അപ്പോൾ 2 ആഴ്ചക്കിന് ഡ്രൈവർ വേക്കൻസി വേണ്ടാൽ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളിയും. അപ്പോൾ ഇവരിപ്പോൾ എങ്ങനെ പറഞ്ഞിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിക്കണത് പിന്നെ അവർക്ക് പുതിയ ഡ്രൈവർ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 15 ദിവസത്തേക്ക് പുതിയ ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. കോൺടാക്ട് നമ്പർ മേടിച്ചിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ കാരണം അതാണ്. പുതിയ ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് വേണ്ടത് എനിക്കറിയില്ല. തെനാസിലാണോ പിന്നെ പേപ്പർ ഉണ്ടോ നാട്ടിലേക്ക് പഴയ ആളാണ് വേണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇനി അവർ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് പറയും. അതിന് ഈ പരിപാടി ഒന്നുമില്ല കേട്ടോ, ഇങ്ങോട്ടുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വരികയാണെങ്കിൽ നമ്മളത് പറയും. അപ്പോൾ ഈ 2 ആഴ്ചത്തെ വേക്കൻസിക്ക് ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ അതിനാണ് ഇത്രയും ലെങ്ത്ത് കൂടുന്ന വീഡിയോ. എങ്ങനെ ഇപ്പോൾ ഒരു വേക്കൻസി നമ്മളത് ഉണ്ടെങ്കിൽ അത് ഉള്ള മാതിരിയേ പറയുള്ളൂ. നമ്മൾ നോണ പറഞ്ഞിട്ട് ആർക്കും ഇതാക്കൂല. നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അത് തരുകയും ചെയ്യും. ഓക്കെ, അടുത്ത വേക്കൻസി ഉള്ളത് നമുക്ക് കേരള ഹോട്ടലിലേക്ക് കേരള ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു പണ്ടാരിന് ആവശ്യമുണ്ട് കേട്ടോ. അത് സൗദിയിലുള്ള ആളുകളാണ് വേണ്ടത്, നാട്ടിലുള്ള ആളുകളല്ല. അതുപോലെ തന്നെ നിക്കാല വർക്ക് അറിയുന്ന ഒരാളെയും വേണം. നിക്കാല വർക്ക് അറിയുന്ന ഒരാളെയും വേണം കേട്ടോ. ശരിക്കും കാണിച്ചു തരാത്ത നിങ്ങളെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ എല്ലാവരും വെറുതെ വിളിച്ചുകൊണ്ട് ഒത്തിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, നിക്കാല വർക്ക് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് നമ്മൾ പിന്നെ കൗണ്ടറിൻ്റെ അടുത്ത് ഫുഡ് സെറ്റാക്കും. അതിന് നമ്മളിപ്പോൾ ഒരു ബീഫ് ഫ്രൈ ഒരു ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ അത് എടുത്തു കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതിനാണ് ഈ നിക്കാലപ്പണി അറിയുന്ന ആളെന്ന് പറയുന്നത്. അതിനിങ്ങനെ സംശയിച്ച് വിളിച്ചുകൊണ്ട് നിൽക്കേണ്ട, അതിനാണ്. കാരണം നമ്മൾ ഏത് വേക്കൻറ്റ് പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ ഉള്ളൊരു വേക്കൻസി നിന്ന് ഇട്ട് കഴിഞ്ഞാലും അത് നാട്ടിലെ ആൾക്ക് പറ്റുമോ എനിക്ക് പറ്റുമോ എന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്ന വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. വെറുതെ ഇങ്ങനെ മെസ്സേജ് വിട്ടിട്ട് ഞാൻ ഇനി എത്രയോ ആളുകൾക്ക് റീപ്ലൈ കൊടുക്കാനാണ്. കണ്ടോ, മെസ്സേജുകളൊക്കെ വന്ന് കിടക്കുകയാണ്. എത്രയോ ആളുകൾക്ക് ഇനിയും റീപ്ലൈ കൊടുക്കാനാണ്. അപ്പോൾ ഇപ്പോൾ വന്ന മെസ്സേജുകളാണ് ഇതൊക്കെ. അപ്പോൾ വെറുതെ മെസ്സേജ് അയക്കല്. ചിലത് ഞാൻ റീപ്ലൈ കൊടുക്കല്ല. അപ്പോൾ വീണ്ടും അടിച്ചുകൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മിസ്സടിച്ചുകൊണ്ട് ഉത്തരവും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയും. പിന്നെ സൗദിയിലുള്ള മാത്രം വേക്കൻസി ആണെന്ന് എഴുതിയിട്ട് നാട്ടിലെ ആൾക്കാർ വേക്കൻസി കാണാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഒരു ഹൗസ് ഡ്രൈവറിൻ്റെ കൂട്ടം പറഞ്ഞില്ലേ, അതിപ്പോൾ ഇനി ഓരോ എനിക്ക് തിരിച്ച് വിളിച്ചിട്ട് അതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയും. അപ്പോൾ നാട്ടിലെ ആൾക്കാരെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാനതേ ആ വീഡിയോ കണ്ടിട്ടില്ല, ഇനി അടുത്ത് വരുമ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് വിടുകൊണ്ടെന്ന് പറയും. പേഴ്സണലായിട്ട് നമുക്ക് ഒരാൾക്കും ഇത് വിട്ടു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇത്രയും കോണ്ടാക്റ്റ് ഇല്ല ഞാൻ എവിടേക്കാണ് ഇത് പേഴ്സണലായിട്ട് വിടുക, എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഷഫീഖ് ഭായ് നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമുക്കുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ റിയാദിലുണ്ട്. ഇൻഷാ അല്ലാഹ് റിയാദിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനോ കാര്യങ്ങൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ തരുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഒക്കെ വരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്നൊക്കെ പിക്ക് ചെയ്യണമെങ്കിലേ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 331 557. ഇപ്പോൾ എന്തുകൊണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ജോലി എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കുന്നില്ലത് അറിയാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇത്തിരി ബീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാമല്ലോ. നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളെ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. ഷഫീഖ് ഭായ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തേക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ അധികം സന്തോഷമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുപോലെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലുമൊക്കെ ഉണ്ട് ഓട്ടങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കൊണ്ട്. ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 331 557. ഈ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഇൻഷാ അല്ലാഹ്.